എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയതായ നമസ്കാരം. ഇതൊരു അസാധാരണ സമ്മേളനമാണ്. നേരത്തെ നമ്മൾ ആരും തന്നെ ഇങ്ങനെയൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ അസാധാരണത്വം എന്താണ് എന്ന് ഇതിനകം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഞാൻ ഈ അസാധാരണ സ്വയംസമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഈ യുക്തിവാദികൾക്ക് ഒരു യൗവനാരംഭം, നമ്മുടെയൊക്കെ യുക്തിവാദത്തിന്റെ യൗവനാരംഭത്തിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നതായി ഒരു സമരോത്സുകത എപ്പോഴും. അപ്പൊ ഈ എന്റെ യൗവനാരംഭത്തിൽ ഞാൻ ചെയ്തത്, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ മതില് വിഗ്രഹങ്ങൾ തകരട്ടെ എന്നെഴുതി. വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് എഴുതി വെച്ചതിന്റെ പിറ്റേന്ന് ദൈവവിശ്വാസികളെല്ലാം കൂടി ചേർന്ന് ആ മതിൽ തന്നെ പൊളിച്ചു കളഞ്ഞ് വേറെ ഒരു മതിലുണ്ടാക്കി. ആ മതിലിന് വേണ്ടി ഇഷ്ടം പോലെ വേണമൊക്കെ പിരിച്ച് അതിന്റെ മിച്ചമൊക്കെ അവരെടുത്ത്. ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഇനി ഇങ്ങനെയുള്ള അഗ്രസീവായിട്ടുള്ള സമീപനങ്ങളും വേണം. വളരെ തന്ത്രപൂർവ്വം ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവർക്ക് തന്നെ ലാഭം എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ നടന്ന്. ഇത് ഈ ഒരു ചൊടിയും എല്ലാ യുക്തിവാദികളുടെയും ഒരു യൗവനാരംഭത്തിലുള്ളതാണ്. പെട്ടെന്ന് പ്രതികരിക്കാൻ മാത്രമല്ല, വളരെ രൂക്ഷമായിട്ട് വരും. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരു കോളേജ് എന്നപ്പോൾ ഞാൻ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആളാണ്. ഈശ്വര പ്രാർത്ഥന ഇരിക്കുന്നു. ആ കോളേജിന്റെ പ്രിൻസിപ്പൽ അച്ഛനാണ്. അവർ എഴുന്നേറ്റിരിക്കുന്നു, വേറെ എല്ലാ കുട്ടികളും എഴുന്നേറ്റിരിക്കുന്നു. അവസാനം ഈ നാടൻ പാട്ടുകളൊക്കെ ചൊല്ലി കവിത ചൊല്ലി കുട്ടികൾക്ക് എന്നോട് ചോദിക്കാനുള്ള സന്ദർഭം. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ഈശ്വര പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് എഴുന്നേറ്റ് ഇല്ല എന്ന്. അപ്പൊ ഈ പ്രിൻസിപ്പൽ അച്ഛൻ എഴുന്നേറ്റ് ചോദിച്ചു, എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈശ്വര പ്രാർത്ഥന നടന്ന സമയത്ത് ഞങ്ങളുടെ ഉദ്ഘാടകനായ ചീഫ് ഗസ്റ്റ് എന്തുകൊണ്ട് എഴുന്നേറ്റില്ല? അപ്പം യുവനാരംഭത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞ എഴുന്നേറ്റില്ല പ്രശ്നം, ദൈവം എന്നെ തല ചിന്തികളെ, ദൈവം എന്നെ ഒരു മൂക്കിൽപ്പെട്ട ഒലിച്ചുമ്പോഴുണ്ട്, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല കേട്ടാ എന്ന് ഞാൻ പറയുകയാണ്. പക്ഷെ ഞാൻ ചെയ്തത്, നിങ്ങളെ സമാധാനമായിട്ടിരിക്കുക, ഞാൻ കുട്ടികളോടൊരു കാര്യം ചോദിക്കട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഈ പ്രപഞ്ചവും മനുഷ്യനും, പ്രപഞ്ചത്തെയും മനുഷ്യനെയൊക്കെ അതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. രണ്ട് ഉത്തരമുണ്ട്. ഒന്ന്, ദൈവം ഉണ്ടാക്കി, ദൈവം സൃഷ്ടിച്ചു, അതാണ് ഒരു ഉത്തരം. വേറൊരു ഉത്തരം വയലാരാമരുടെ കവിതയാണ്. കോടി യുഗങ്ങൾക്കകലെ ദൈവം കൂടി ജനിക്കും മുൻപേ സൂര്യനിൽ നിന്നൊരു ചുടുനീർ കുടമായി ശൂന്യാകാശ സരസ്വതിയുമായി ഉണർന്നവളുടെ ഭൂമി, വായുവിൽ ഈറാൻ ജീവഗണങ്ങളെ വായിച്ചൂടിയ ഭൂമി. ഇങ്ങനെയാണ് ജീവന്റെ ഉൽപ്പത്തി, പ്രപഞ്ചം, ഈ ഭൂമിയൊക്കെ ഉണ്ടാകും എന്നാണ് വയലാർ പറയുന്നത്. നിങ്ങൾ ഏത് ഉത്തരം എഴുതും? TGCക്ക് മറ്റു പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ വയലാറിന്റെ കവിതയാണ് ഉത്തരം എഴുതുന്നത്. അപ്പൊ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, ഇതുകൊണ്ടാണ് ഞാൻ ഈശ്വര പഠനത്തിന് എഴുന്നേക്കാതിരുന്നത്. ഇത് വേറൊരു നിലപാട്. ആ നിലപാടിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാല്, എന്റെ യുക്തിവാദത്തിന്റെ യൗവനാരംഭം മാറിപ്പോയിരിക്കുന്നതായിട്ട് ഞാൻ കുറെ കൂടി തന്ത്രപൂർവ്വം ഇതിനെ സമീപിക്കാൻ ശീലിച്ചിരിക്കുന്നു. ഈ ചൊടി, ഈ രക്തത്തിളപ്പ് 55-ാമത്തെ വയസ്സ് വരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതാണ് നമ്മളെ വഴിക്ക് വെച്ച് നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ നമ്മളെ സമരസപ്പെട്ടതോ ആയ കാര്യങ്ങള്. ഓരോരുത്തർ പറയുന്നത് സമൂഹം അങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പോകണം. ഈശ്വര പ്രാർത്ഥനയ്ക്ക് എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു, നിങ്ങൾ എഴുന്നേറ്റിരിക്കുന്നില്ല, ശരിയല്ല. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മ മരിച്ചപ്പോ ഞങ്ങൾ ആ മൃതശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കുക. അപ്പൊ ആചാരം അനുസരിച്ച് മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പാടില്ല. നാട്ടാചാരം അനുസരിച്ച് ഇത്
കത്തിച്ചളയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെഡിക്കൽ കോളേജ് കൊടുക്കും. ഞാൻ മെഡിക്കൽ കോളേജ് കൊടുക്കണമായിരുന്നു, അത് കത്തിച്ച് കളയണമായിരുന്നു. അവരൊന്ന് ആലോചിച്ചിട്ട് ഇറങ്ങാൻ മെഡിക്കൽ കോളേജ് കൊടുക്കുന്നത് നല്ലതാ, പഠിക്കണ്ടേ കുട്ടികൾക്ക് എന്നാ. അപ്പൊ ഇത് വേറെ സമീപനം. ഈ സമീപനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ ചുടികളുടെ കാലം. ഒരു തരത്തിൽ നമ്മൾ തർക്കങ്ങൾ, മുഴുവൻ തർക്കങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. എന്തുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടി? നോമ്പെടുക്കുന്ന ആളിലൊക്കെ കണ്ടാൽ നമ്മൾ പറയുന്നത് എന്തായാലും നോമ്പെടുക്കുകയല്ലേ, നിരാഹാര സത്യാഗ്രഹം നടത്തുകയല്ലേ, എന്നാ പിന്നെ എന്തെങ്കിലും ആലപ്പുഴ റെയിലേ വേണമെന്ന് എന്തെങ്കിലും കൂടെ ഒന്ന് എഴുതി ഇട്ടുകൂടായോ, എന്നൊരു ആവശ്യത്തിന് നടത്തുക എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ സമീപിക്കുന്നത്. അയ്യപ്പന്റെ കാര്യം പറഞ്ഞ ഉടനെ നമ്മളെ എടുത്തമാകുമ്പോൾ അയ്യപ്പന് സ്വർഗ രതിയുടെ സന്തതിയാണ് ആദ്യത്തെ. അവൻ പ്രമുഖനെ വളരെ എളുപ്പമാണ്. അത് നമ്മൾ ചെയ്തോണ്ട് ഗീത നമ്മുടെ യൗവനാരംഭമാണ്. ഈ യൗവനാരംഭത്തിലെ ഈ ചൊടി നിലനിർത്തിയുള്ള പോകാനുള്ള വലിയ പാട്. ഇവരസ്ഥലം നിലനിർത്തുന്ന അത്ഭുതമാണ് ഇങ്ങനെയുള്ള ആള്. ഒരുപാട് കാര്യങ്ങൾ ശബ്ദമലിനീകരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് മാതൃകയാണ്. ഈ നാട്ടിൽ എത്ര പേർക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എത്ര പേർക്ക് ഇദ്ദേഹം ഒരു മാതൃകയാണ് കേരളത്തിന് എന്ന് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ എവിടെയും വലിയ ശബ്ദം, അന്തരീക്ഷത്തിൽ വലിയ ശബ്ദം സ്ഥിരമായിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാനോ ജില്ലാ കളക്ടർക്ക് SP-ക്ക് ഒരു പെറ്റീഷൻ എഴുതി അയക്കാനോ ധൈര്യം കൊടുത്തത് ഈ ശിവന സാറിന്റെ ഇടപെടൽ. അദ്ദേഹമാണ് ആദ്യമായിട്ട് തുനിഞ്ഞിറങ്ങിയത്. അതിന് ഇപ്പം നമ്മളതിനെതിരെ പ്രതികരിച്ചപ്പോ ആള് ഇങ്ങനെ ഇറങ്ങിയത് മുസ്ലിം പള്ളി വെച്ചിരിക്കുന്നത് എന്താ പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ എത്ര ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എങ്ങനെയല്ല, ഇവിടെ ഈ മത്സ്യക്കാർ എല്ലാവരും കൂടെ വീടിന്റെ മുമ്പിൽ എല്ലാ മൈക്കും കൊണ്ട് ഉച്ചവേഷണകൾ എല്ലാം ഇവിടെ കൊണ്ട് നേരത്തെ നിർത്തി ശബ്ദം ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒരു അസാധാരണമായ പകപോക്കല. ഈ പകപോക്കലൊക്കെ ഈ മനുഷ്യൻ എങ്ങനെ നേരിട്ടു, ഈ കുടുംബം എങ്ങനെ നേരിട്ടു, വലിയ വിഷമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവരനുഭവിച്ച ആ വിഷമം കേരളത്തിലെ മുഴുവൻ SLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രയോജനമുള്ള കാര്യം. SLCക്ക് ഒരു വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ മൈക്കിൽ വെച്ചൊരു വെള്ളം ഉണ്ടാക്കിയ അമ്പലത്തില് അങ്ങനെ ചെയ്യാൻ പാടില്ല. 35 ഡെസിബിളിൽ കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഈ ബോധം അവർക്കില്ലെങ്കിൽ നമുക്കുണ്ടല്ലോ. മറ്റൊന്നുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് ദേവാലയങ്ങള് നിശബ്ദ മേഖലയാണ്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, കോടതികളെല്ലാം അവിടെ ഒരു തരത്തിൽപ്പെട്ട ഉച്ചപാഠിയും വെക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് SP-ക്ക് പെറ്റീഷൻ കൊടുക്കാൻ ആദ്യം ഓർമ്മ വരുന്നത് PV സോമൻ സാർ അങ്ങനെ ചെയ്താണ്. സോമൻ സാർ ഉണ്ടാക്കിയെടുത്ത കോടതി നടപടിയാണ്, കോടതി ഉത്തരവുകൾ, അതൊക്കെയാണ് കേരളത്തിലുള്ള എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ശബ്ദശല്യം ഒഴിവാക്കിപ്പിക്കുവാൻ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ധൈര്യം കൊടുക്കുന്നത് PV സോമനൻ എന്ന അധ്യാപകന്റെ വളരെ ചടുലമായ നീക്കം. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പത്രവാർത്ത ഒരു കാലത്തുണ്ടായിരുന്നു. ചെങ്ങന്നൂർ ഭഗവതി തൃപ്പൂത്തായി എന്നൊരു പത്രവാർത്ത. തൃപ്പൂത്തായി എന്ന് പറഞ്ഞാൽ അവർക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നു. വിഗ്രഹത്തിന്, ശിലാവിഗ്രഹത്തിന്, പഞ്ചലോക വിഗ്രഹത്തിന് പീരിയഡ്സ് ഉണ്ടാവും. എന്തൊരു അത്ഭുതമാണ്. ഇതൊക്കെ സത്യമാണെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ നോബൽ സമ്മാനം കിട്ടും കേട്ടാ. അപ്പൊ ഇത് കള്ളത്തരാണ്. എന്ന് മാത്രമല്ല, ഈ ചോര എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പും മഞ്ഞളും വെച്ച് അവിടുത്തെ പൂജാരി ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണല്ലോ. അപ്പൊ ഇത് പുരണ്ട ഈ വസ്ത്രത്തിന്, അവരുടെ അടിവസ്ത്രത്തിന് വലിയ നേരത്തെ പിടിക്കാനൊക്കെ ഒരുപാടാണല്ലോ. എത്രയോ കാലത്തേക്ക് അത് ബുക്ക് ചെയ്തിരിക്കുകയാണ് ഭക്താനങ്ങൾ. അപ്പൊ പാവപ്പെട്ട ഭക്താനങ്ങളുടെ ഈ ദുർബല മനസ്സിനെ ചൂഷണം ചെയ്യുകയാണ് അവിടെയുള്ള ആളുകൾ ചെയ്തത്. അതിനെതിരെയും പോരാട്ടം നടത്തിയത് PV സോമൻ സാർ. PV സോമൻ സാർ ഇടപെട്ടതിന് ശേഷം ഇന്ന് വരെ പിന്നെ ചെങ്ങന്നൂർ ഭഗവതി തൃപ്പൂത്തായി എന്നൊരു വാർത്ത കേരളത്തിലെ ഒരു പത്രത്തിലും വന്നിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനം രക്ഷിച്ച നാണക്കേടല്ലേ ഇത് മോശം. ഇപ്പൊ തന്നെ ഭയങ്കര നാണക്കേടാ. കേരള സ്റ്റോറിക്ക് വന്നതിന് ശേഷം ഉത്തരേന്ത്യ മുഴുവൻ കേരളം ഒരു വലിയ വൃത്തിയായിട്ടൊരു സ്ഥലമാണെന്നാണ്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ അടുത്ത കണ്ടതിലുള്ള വല്ല യോഗ്യത ഉണ്ടോ മറ്റ് സംസ്ഥാനങ്ങൾക്ക്? നമ്മളെല്ലാത്തിനും മുമ്പിലല്ലേ. അന്ധവിശ്വാസം നിർമ്മാർജ്ജനത്തിൽ പോലും നമ്മുടെ മുമ്പിലാണ് എല്ലാ കാര്യങ്ങളിലും. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഭാഗവതവും രാമായണവും വായിക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, കേരളത്തിലാണ്. അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളാണ് ഏറ്റവും മുമ്പിൽ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ രാമായണവും ഭാഗവതം വായിക്കുന്നത് ഈ കേരളത്തിലെ സ്ത്രീകൾ. വേറെ അടുത്ത് നമുക്കത് കാണാൻ പറ്റില്ല. അക്കാര്യത്തിൽ പോലും നമ്മുടെ മുമ്പിലാണ്.
അപ്പോഴാണ് നമ്മുടെ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമാണ് അത്. ചായ അവരെ ഏറ്റെടുക്കുകയില്ല. ഇപ്പൊ ഇന്നലെ നമ്മൾ വോട്ട് ചെയ്തതിനു ശേഷം ഇട്ട ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കിനകത്തൊക്കെ വരുന്ന പോസ്റ്റുകളെ സംബന്ധിച്ച് അതിനകത്തുണ്ടാകുന്ന തെറി, അതിനകത്തുള്ള സൈബർ ആക്രമണങ്ങൾ ഇഗ്നോർ ചെയ്യാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒരു ഒറ്റ എന്റെ വർത്തമാനങ്ങൾക്ക് കീഴിലെ സംഘപരിവാർ എഴുതിയിട്ടുള്ള പച്ചത്തെറിയാണ്. ഈ തെറി ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ എഴുതിയിട്ടുണ്ട് തെറി. കേന്ദ്രത്തിൽ ഹിറ്റ്ലർ ഭാഷ, ഇന്ത്യയിൽ ഹിറ്റ്ലർ ഭാഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടാവും വിധം ഞങ്ങൾ ഇത് നമ്മൾ വോട്ട് ചെയ്ത് വലിയ പടം കൊടുത്തു. അതിന് താഴെ വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ എഴുതിയിരിക്കുകയാണ്. എടാ പോടാ നിങ്ങൾ വൃത്തികെട്ട രീതി പച്ചത്തെറി എഴുതിയിരിക്കുക. ഈ തെറി ഒന്നും മായ്ക്കത്തില്ല. ഈ തെറി മായ്ക്കാൻ ഉദ്ദേശിക്കുന്നതുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഭരണത്തിന് ശേഷം ഇത് വേറെ ആളുകൾ വന്ന് ഇത് വായിക്കുന്ന സമയത്ത് ഇവരുടെ സംസ്കാരം ഇതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വായിക്കരുത്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല. ഇതുകൊണ്ടൊന്നും നമ്മളെ അവർക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അതിന് വലിയ കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത പ്രധാനപ്പെട്ട വ്യക്തി കോംപ്രമൈസ് ചെയ്ത, സന്ധി ചെയ്യാത്ത യുക്തിവാദ യൗവനം. ഒരുപക്ഷെ സഹോദരയ്യപ്പന് ശേഷം ഇത്രയും സന്ധി ചെയ്യാത്ത ഒരാളാണ്. എപ്പോ കാണുന്ന അവിടെ പ്രതികരിക്കും. സഹോദരയ്യപ്പൻ അങ്ങനെയായിരുന്നല്ലോ. സഹോദരയ്യപ്പൻ ഈ കൊടുങ്ങല്ലൂരിലെ തെറിഭജനയ്ക്ക് എതിരെ നടത്തിയ സമരം ആ സ്ട്രീറ്റിലൂടെയാണ്, കൊടുങ്ങല്ലൂർ അമ്പലത്തിന് തൊട്ട് മുമ്പിലുള്ള തെരുവിലൂടെയാണ് അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോയത്. കൊടുങ്ങല്ലൂർ പോകരുത്, കൊടുങ്ങല്ലൂർ പോകരുത്, മുദ്രാവാക്യം പറയുന്നത്. അയ്യപ്പനെ എന്തെല്ലാം രീതിയിലാണ് ആളുകൾ ആക്രമിച്ചത്. അന്നത്തെ ഭക്തന്മാർ കരിക്കിന്റെ തൊണ്ടെടുത്തെറിഞ്ഞു, നാളികേരം എടുത്തെറിഞ്ഞു, കല്ലെടുത്തെറിഞ്ഞു. ഇതുകൊണ്ടൊന്നും സഹോദരയ്യപ്പൻ കുലുങ്ങിയില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അനുസരിച്ചാണല്ലോ ഇന്ന് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഹോട്ടലുകളെങ്കിലും നടക്കുന്നത്. സഹോദരയ്യപ്പന്റെ കാലത്തിന് മുമ്പ് കേരളത്തിൽ ഹോട്ടലുകൾ ഇല്ലായിരുന്നു. 100 വർഷം മുൻപ് അടുത്തടുത്തിരുന്ന് ജാതി വ്യത്യാസം കൂടാതെ ആഹാരം കഴിക്കാൻ സാധിക്കില്ലായിരുന്നു. സഹോദരയ്യപ്പന്റെ കാലത്തിന് ശേഷമാണ് കേരളത്തിൽ ഹോട്ടലുകൾ ഉണ്ടായത്. ആ ഹോട്ടലിൽ സഹോദരയ്യപ്പന് പടം മാത്രം വെച്ചിട്ടില്ല, ഗണപതിയിലൊക്കെ പടം വെച്ചിട്ടില്ല. എന്തിനാണ് മനസ്സിലായിട്ടില്ല. അത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിന്റെ കാരണം സഹോദരയ്യപ്പൻ ചേന്നമംഗലത്ത് ഒരു മീറ്റിംഗ് പ്രസംഗിക്കുന്ന സമയത്ത് ഒരാൾ കത്തിയും കൊണ്ട് ചെല്ലിയാണ് കുത്തി കൊല്ലാനായിട്ട്. ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ഈ പച്ചുറുമ്പ് എന്ന് പറയുന്ന നീറിന്റെ കൂട് കുടഞ്ഞിടുക, ചാണകം ഉരുട്ടി എറിയുക. അതേ മനുവാദിയാണ് ഈ സഹോദരയ്യപ്പനെ പോലെയുള്ള ഒരു യൗവനം, സഹോദരയ്യപ്പന് അവസാന കാലം വരെ ഉണ്ടായിരുന്ന ഒരു യൗവനം സാറിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മറ്റാരും ചെയ്യാത്ത രീതിയിൽ മലനാട്ടിലുള്ള തന്റെ കാര്യങ്ങൾ എന്തായിരിക്കണം അത് പരസ്യമായിട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെ പരസ്യമായിട്ട് പറയാനും ഈ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവണം. ഇപ്പൊ സയ്യിദ് മുഹമ്മദ് ആനക്കായി എന്ന് പറയുന്ന ആള് മെഡിക്കൽ കോളേജ് കൊടുക്കാനായിട്ട്, ബോഡി മെഡിക്കൽ കോളേജ് കൊടുക്കാനായിട്ട് കരാർ എഴുതിയ ആളാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഞാൻ മരിക്കുമ്പോൾ എന്റെ പ്രദേശം മെഡിക്കൽ കോളേജ് കൊടുക്കേണ്ടതാണ് എന്ന് വീടിന് മുമ്പിൽ എഴുതി വെച്ചത്. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ രാത്രിയിൽ തന്നെ വേറെ ആരും ഇടപെടുന്നതിന് മുമ്പ് തന്നെ അത് പള്ളി മുമ്പിൽ അടച്ചു. പണിക്ക് 3 ദിവസം എന്തൊക്കെയാണ് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. മരണാനന്തരം എന്തൊക്കെയാണ് സുൽത്താൻ വിചാരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ മാങ്കോസ്റ്റീൻ മരത്തിന്റെ കീഴിൽ സ്ഥിരമായിട്ട് ഇരിക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. ഇത് എന്നോട് മാത്രമല്ല, ഒരുപാട് പേരോട് പറയുന്നത്. പക്ഷേ മരണത്തിന് ശേഷം ചത്ത മീനിനെ പിടിക്കുന്നത് പോലെ മതം അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട്. ആനക്കയം സൈദുമാരെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഇപ്പൊ കോന്നിയില് ഒരു സാംസ്കാരിക സംഘടനയുണ്ട്, EMS സാംസ്കാരിക സംഘടന അതിന്റെ പേര്. അവരെ ഏതാണ്ട് 120-ലധികം, അതിൽ കൂടുതലാണ് കരാർ പത്രങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലും ഇപ്പൊ പുത്തനായിട്ടുണ്ടായിരിക്കുന്ന കോന്നി മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലേക്ക് എഗ്രിമെന്റ് കൊടുക്കും. ഇതിലൊരാൾ മരിച്ച സമയത്ത് നേരത്തെ സുമൻ സാർ പറഞ്ഞ പോലെ സംഭവം, ഒരാൾ അല്ലെങ്കിൽ ചിലടയ്ക്കുള്ള ഒരാൾ വന്നിട്ട് പറയും എന്റെ അമ്മാവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കീറി മുറിക്കാമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവിടെ അർദ്ധബോധാവസ്ഥയിൽ കിടന്ന അവരുടെ ഭാര്യ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അവകാശം ഞാനും കൂടെ വിറ്റ്നസ് ആയിട്ടാണ് അദ്ദേഹം ഈ എഗ്രിമെന്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നീ സംസാരിക്കേണ്ട കാര്യമില്ല, ഇദ്ദേഹത്തിന്റെ മൃതശരീരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഭാര്യയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു തന്റെ ഇടം കുടുംബത്തിലുണ്ടാകും. എന്നാലും വേറെ രസകരമായ കഥ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ. ഞാൻ ജോലി ചെയ്ത ഓഫീസില്
ഭയങ്കരമായിട്ട് കള്ളുപിടിക്കുന്ന ഒരാളാണ്. ജോലി സമയത്തും കള്ളുപിടിക്കും, വീട്ടിൽ ചെന്നാലും കള്ളുപിടിക്കും. വൈകുന്നേരത്തെ ആഘോഷമെല്ലാം അപ്പൊ ഈ കക്ഷി എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മദ്യപാനം. എല്ലാവരും വൈകുന്നേരം ആഘോഷപൂർവ്വം ഇദ്ദേഹത്തെ എടുത്തോണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്ന് തിണ്ണ കിടന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പറഞ്ഞേ, പിന്നെ ഞാൻ മരിക്കുമ്പോ എന്റെ മൃതശരീരം മെഡിക്കൽ വളരെ വിദ്യാർത്ഥിക്കാനായിട്ട്. അപ്പൊ ഭാര്യ പറഞ്ഞ് തീർച്ചയായിട്ടും കൂടുതലായിരിക്കും, നിങ്ങളെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം. പക്ഷേ അദ്ദേഹം കൊടുത്തില്ല കേട്ടോ. അവര് മരിച്ചിട്ട് ഭാര്യ കൊടുത്തില്ല. അപ്പൊ കൊടുക്കാഞ്ഞ എന്താന്ന് കുറച്ചു കാലത്തിന് ശേഷം ഒരാൾ ചോദിച്ചു, ചേച്ചി എന്താ അങ്ങനെ കൊടുക്കാതിരുന്നത്? സാറ് എന്നെ പറഞ്ഞാലും നല്ല കൊടുക്കാതിരുന്നതാ. അതെ, പിന്നാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കൊടുത്താല് അവിടെ മൃതശരീരം ചാരായത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ മരണത്തിന് ശേഷവും ചാരായം കുടിക്കാന്നുള്ളത് ഒരു ദീർഘദീർഘത്തോടു കൂടിയാണ് പുള്ളി പറയാം. അതൊക്കെ മനസ്സിച്ചിരുന്നാ മതി, പുള്ളി കൊടുത്തിട്ടാന്നാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചില സ്വയം മൃതശരീര സമർപ്പണമുണ്ട്. ഒരു പള്ളിയിൽ അച്ഛൻ കൊടുക്കുക. ലോകത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പള്ളിയിൽ അച്ഛനും അവരുടെ മരണാനന്തരം മൃതശരീരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുത്തിട്ടില്ല. എന്നാൽ ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന ഫാദർ അലോഷ്യസ് ഫെർണാണ്ടസ്, അദ്ദേഹം കുറെ കാലത്തിന് ശേഷം ക്രിസ്തുവിന്റെ മാർഗം കൊണ്ട് യാതൊരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കുകയും യുക്തിബോധമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും ആന്ധ്രാപ്രദേശിൽ ലവണത്തിന്റെ കേന്ദ്രത്തിൽ പോവുകയും എല്ലാം ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിക്കുക. അദ്ദേഹത്തിന്റെ മൃതശരീരം, പള്ളിയിൽ അച്ഛന്റെ മൃതശരീരം ആദ്യമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ കൊടുക്കുക. അതുകൊണ്ട് ഇത് വളരെ അത്ഭുതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഇനി അനാഥശമായിട്ട് എവിടെങ്കിലും കിടക്കുമോ എന്നൊന്നും അറിയാൻ വയ്യ. ഇനി വരാൻ പോകുന്ന ഹിറ്റ്ലർ ഭരണകാലത്ത് ഒരു പക്ഷേ ഹിറ്റ്ലർ ഭരണമാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ സ്റ്റാൻ സ്വാമിയെ പോലെ ജയിലിൽ പിടിച്ചിട്ട് ആഹാരം തരാതെ ചിലപ്പോൾ ഒന്നും വന്നേക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കൂല. എങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹമാണ് ഇവിടെ സുമന സാറ് പ്രകടിപ്പിച്ചത്. ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, എല്ലാവരെയും കേൾക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിന് മാതൃകയാണ് ഈ മനുഷ്യൻ, കേരളത്തിന് മുഴുവൻ മാതൃക. ശബ്ദശല്യത്തിനെതിരെ പോരാടാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യമായിട്ട് സുരക്ഷയോടുകൂടി പഠിക്കുവാൻ, സന്തോഷത്തോടുകൂടി ഇരുന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കുവാൻ ഉള്ള ഒരു സന്ദർഭം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈക്കിന്റെ ശല്യം ഒഴിവാക്കണം. അതിനൊക്കെ ആളുകൾക്ക് ബലം നൽകുന്നത് പി സുമന സാറിന്റെ നടപടികളാണ്. ഈ 84-ാമത്തെ വയസ്സിലും അദ്ദേഹം യുക്തിവാദത്തിന്റെ ആദ്യകാലത്തെ ചെറുപ്പം ആ ചൊടി സൂക്ഷിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ വാക്കുകൾ അദ്ദേഹം ഒരു കവിത നിങ്ങളെ വായിച്ചു. ബുദ്ധന്റെ അവസാനത്തെ ഉപദേശം. അന്ന് ആകാശം കാർമേഘാവൃതം, ആസന്ന മരണാവസ്ഥയിൽ കിടക്കുന്നു ശ്രീബുദ്ധൻ. മരിക്കാനായിട്ട് കിടക്കുന്ന ആ സന്ദർഭമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സന്ദർഭം മലയാള കവിതയിൽ വേറെ ഉണ്ടാക്കില്ല. അന്ന് ആകാശം കാർമേഘാവൃതം, ആസന്ന മരണാവസ്ഥയിൽ കിടക്കുന്നു ശ്രീബുദ്ധൻ. ആയതുകൊണ്ടാകാം ഈ ഭൂമി പോലും അന്ന് ആർത്ത ദുഃഖം പേറി മരവിച്ചു നിന്നത്. മൂകതയാകവേ തളം കെട്ടി നിൽക്കുന്നു, ശോകം സഹിയാതെ ശിഷ്യന്മാർ കേഴുന്നു. ചുറ്റും നിന്നവർ വീശിടുന്നു വിശറിയാൽ, ശിഷ്യന്മാർ ഓരോരുത്തരും കണ്ടുവാങ്ങി. ആസന്ന മരണാവസ്ഥയിൽ കിടക്കും ഗുരുവിനോട് ഈ വിധം അതിമുഖ്യനാം ശിഷ്യൻ ആനന്ദൻ ചോദിച്ചു. അവസാനമായി, ഗുരുവേ, ഞങ്ങൾക്ക് ഒരു ഉപദേശം അങ്ങു തന്നെ തന്ന് സാദരം സംശയം തീർക്കണം. ഇതിനോട് ഒരു കാര്യം ചോദിക്കാം, ഒരു ഉപദേശം ഞങ്ങൾക്ക് വേണം. വിറയാർന്ന ചുണ്ടിനാൽ ആ മഹാത്മാവ് ഈ വിധം ഇമ്പമാർന്നുള്ള ഒരു ഉപദേശം നൽകിപ്പോൾ. ഗുരു പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാണെന്ന് ധരിച്ചിടരുതൊരിക്കലും. വളരെ സ്പഷ്ടമാണ്. ഗുരുവാണ് പറയുന്നത് എന്നുള്ളത് ശരിയാണെന്ന് ധരിക്കരുത്.
ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ശേഷനുണ്ട് എന്നാണ് ഞാൻ. ഗുരു പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാണെന്ന് ധരിച്ചിടരുതൊരിക്കലും. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അവയെല്ലാം ശരിയാണെന്ന് ധരിക്കാതിരിക്കുക. ഭൂരിപക്ഷം പേർ വിശ്വസിക്കുന്നത് കൊണ്ടും ശരിയാണെന്ന് ധരിക്കരുതൊരിക്കലും. നൂറ്റാണ്ടുകളായി ആചരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം മാറ്റമില്ലാത്തതാണ് എന്ന് വിശ്വസിച്ചിടരുതൊരിക്കലും. സത്യമറിയുവാൻ നിങ്ങൾ തൻ ബുദ്ധിയും യുക്തിയും സത്യമന്വേഷിച്ചു പരീക്ഷിച്ചു കണ്ടെത്തുവിൻ. സത്യമറിയുവാൻ കേട്ടുകേൾവിയെ ആശ്രയിക്കാതെ സത്യം കണ്ടെത്തിയ ശേഷം വിശ്വസിച്ചിടുവിൻ. യുദ്ധം അരുൾ ചെയ്ത ശേഷം ആ മഹാത്മാവ് സ്വസ്ഥമായങ്ങു മരണത്തിലേക്കാർന്നു പോയി. ഇന്നും മറ്റൊലിക്കുന്നു ലോകത്താകെ ബുദ്ധന്റെ മാനവ സ്നേഹത്തിൻ മഹത്താം സന്ദേശങ്ങൾ. ആ ബുദ്ധനെ എന്താ വസ്തുത? ഞാനീ ഗദ്ദറിനെ അടക്കിയെടുത്ത് പോയി ആ സ്മൃതികുടീരം കാണാനായിട്ട് പോയ ഗദ്ദറിനെ ഇങ്ങനെ ഇരുത്തുക, ഉപ്പും കർപ്പൂരവും ഒക്കെ ഇട്ടിട്ട് ഗദ്ദറിനെ ഇരുത്തുക. ശ്രീബുദ്ധൻ തന്നെ ദൈവമാണ്. ബുദ്ധമതക്കാർ ഇന്നുള്ള ബുദ്ധമതക്കാർ ബഹുഭൂരിപക്ഷവും അഹിംസ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ശ്രീലങ്കയാണ്. ശ്രീലങ്കയിലെ ബുദ്ധമത ഭരണകൂടമാണ് അവിടെയുള്ള അവിടെ ജനങ്ങളെ ഒന്നടങ്കം കൊച്ചുകുട്ടിയെ, ഒരു 7 വയസ്സുള്ള ബാലചന്ദ്രൻ കൊച്ചുകുട്ടിയെ മുട്ടായി ആദ്യം കൊടുത്തിട്ടുണ്ട് വെടിവെച്ചത് ഇതേ ബുദ്ധമതക്കാരാണ്. ബുദ്ധമതത്തിന്റെ ആദ്യകാല ബുദ്ധമതം അങ്ങനെയാണ്. ചില വലിയ ആൾക്കാർ നമ്മുടെ ആദ്യകാലത്തെ ആളുകൾ നാരായണഗുരുവിനെ സംബന്ധിച്ചുള്ള അവസാന കാലത്തെ നാരായണഗുരു ഒക്കെയാണ് നമുക്ക് പിന്നീട് കൂടാൻ സാധിക്കും. ആദ്യകാലത്ത് നാരായണഗുരുവിനെ പറ്റി ആദ്യകാലത്തെ നാരായണഗുരു വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ നാരായണഗുരുവാണ്. പിന്നെ നമ്മൾ ന്യായം പറയാതെ നിൽക്കുന്നത് അത് അക്കാലം അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. അവസാന കാലത്തെ നാരായണഗുരു അങ്ങനെയല്ല. അവസാന കാലത്തെ നാരായണ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ദേവാലയങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി നടത്തിയത് പാഴ്ചെലവായി പോയി എന്ന് തീർത്തും പറഞ്ഞു. അത് മാത്രമല്ല ജാതി മത ബന്ധങ്ങൾ ഉപേക്ഷിച്ചിട്ട് സംവത്സരങ്ങളായി എന്നും തുറന്നു പറഞ്ഞ അവസാനകാല ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പോലെ ജീവിതകാലത്തെ ബുദ്ധനെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കൂ. ഒരു കവിത ഞാൻ അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സമ്മേളനം അദ്ദേഹത്തിൽ സമർപ്പിക്കുകയാണ്. നാസ്തികം എന്ന കവിത. എന്താണ് നാസ്തികം? സ്നേഹപൂർണം സുധീരം സുനാസ്തികം. നാസ്തികത സ്നേഹം. നാസ്തികതയിൽ മാത്രമേ സ്നേഹമുള്ളൂ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് നാസ്തികൻ പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ തന്നെ. കത്തോലിക്കൻ പറഞ്ഞാൽ നിന്നെപ്പോലെ നിന്റെ കത്തോലിക്കനായ അയൽക്കാരനെ മാത്രം സ്നേഹിക്കുക. നാസ്തികതയ്ക്ക് അങ്ങനെയില്ല. നാസ്തികതയുടെ സ്നേഹത്തിന് പരിധികളില്ല. സ്നേഹപൂർണം സുധീരം സുനാസ്തികം ജീവിതാന്തര സൗന്ദര്യ സൂചകം. ജീവിതത്തിലെ ആന്തരികാർത്ഥമായ സൗന്ദര്യത്തിന്റെ സൂചനയാണ് നാസ്തികം. നീലഗോളമുൾ ചേർന്ന ഗാലക്സിയിൽ ജ്വാലകൾ വകഞ്ഞെത്തിയ ജാഗ്രതയാണ്. നമ്മുടെ ഗോളം നീല നിറത്തിലുള്ളതാണ്. നോക്കുമ്പോൾ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് നീലഗോളം ഉൾച്ചേർന്ന ഗാലക്സിയിൽ ജ്വാലകൾ വകഞ്ഞെത്തിയ ജാഗ്രതാണ് നാസ്തികം. എന്തെന്ന്, എങ്ങനെ, എന്തുകൊണ്ടിങ്ങനെ എന്നു ചോദ്യം കൊടുക്കും അന്വേഷണം. ജീവജാല നാനാത്വത്തിൽ ഉന്മതൻ നേർമുഖം കാട്ടും ഊർജ പ്രചോദനം. സ്നേഹപൂർണം സുധീരം സുനാസ്തികം ജ്ഞാനബന്ധുരം. അറിവിനാൽ സുന്ദരമാണ്. ചിന്താസുരഭിലം. ചിന്ത കൊണ്ട് സുഗന്ധമുള്ളതാണ്. സൂര്യരശ്മി പോൽ സൂക്ഷ്മം സഹായകം. കാലബോധത്തിൽ നിന്നുയർക്കൊള്ളുമീ കാവ്യ തീവ്രമാം ഉത്തരം നാസ്തികം. നാസ്തികം ഒണ്ണുള്ളി ആൻസർ, ഒരേ ഒരു ഉത്തരം,
ഒരേ ഒരു ഉത്തരം കൃത്യം എഴുതി വെച്ചിട്ട് ശരിയല്ല. ഒരേ ഒരു ഉത്തരം കൃത്യമാണെന്ന് വേറെ അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നാസ്തികാണ് ശരി, ഒറ്റ ഉത്തരം നാസ്തികാണ്. എന്തുകൊണ്ടാണ് കോവിഡ് വന്ന കാലത്ത് നമ്മൾ ഒരു വർഷം സോപ്പും ഒരു തുണ്ട് തുണി ഉപയോഗിച്ച് രക്ഷപ്പെട്ടത്? അത് നാസ്തികതയിൽ നമുക്ക് താല്പര്യമുള്ളതാണ്. അതിന് പകരം ദൈവികതയിലായിരുന്നു താല്പര്യമെങ്കിൽ നമ്മൾ എന്നെ മരിച്ചു പോയനെ കോവിഡ് കാലത്ത്. ഭാവസാന്ദ്ര മഹാപ്രപഞ്ചത്തിന്റെ പ്രായഘോഷം പഠിച്ച രസാത്ഭുതം. പ്രപഞ്ചത്തിന്റെ പ്രായം എത്രയാണ് എന്ന് അന്വേഷിച്ച് പഠിച്ചത് ഈ നാസ്തികതയാണ്. കാന്തസൂചിയാൽ സാഗരാകൃതികൾ ചൂണ്ടിടുന്ന സഞ്ചാരിതൻ സൗഹൃദം. ഒരു സഞ്ചാരിയുടെ ഏറ്റവും വലിയ സൗഹൃദം ചങ്ങാത്തം എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണ്. ആ മാഗ്നറ്റ് കാന്തസൂചിയാണ് അയാൾക്ക് ദിശാബോധം ഉണ്ടാക്കി വരുന്നത്. അങ്ങനെ ദിശാബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് നാസ്തികം. സ്നേഹപൂർണം സുധീരം സുനാസ്തികം. എന്താണ് ആത്മാവ്? ഭൗതികത്തിന്റെ ഉൽപ്പന്നം ആത്മാവ്. ജീവിച്ചിരിക്കുന്നവരുടെ സങ്കല്പമാണ് ആത്മാവ്. ആത്മാവിന്റെ സങ്കല്പമല്ല നമ്മുടെ സങ്കല്പമാണ് ആത്മാവ്. ഭൗതികത്തിന്റെ ഉൽപ്പന്നം ആത്മാവ്, ലൗകികത്തിന്റെ ലീലൈ കൽപ്പന, ഐഹികാനന്ദ തീക്ഷ്ണ പ്രവാഹമായി നന്മ നൽകി ജ്വലിക്കുന്ന നാസ്തികം. ആർക്കെങ്കിലും ഇരുട്ടിനോട്, അജ്ഞതയുടെ അന്ധകാരത്തിനോട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഒറ്റ ആയുധം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അത് നാസ്തികതയുടെ ആയുധമാണ്. അന്ധകാരത്തോട് ഏറ്റുമുട്ടുന്നവർക്ക് ഇന്ധനം മനസ്പന്ദനം നാസ്തികം. വജ്ര നക്ഷത്രമാർഗം സുധായനം, ലക്ഷ്യനേത്രം തെളിക്കുന്ന വാസ്തവം. സ്നേഹപൂർണം സുധീരം സുനാസ്തികം. എന്താണ് മിത്ത്? ശ്രീരാമനൊരു മിത്താണ്, രാവണനൊരു മിത്താണ്, ദുര്യോധനൊരു മിത്താണ്, ശ്രീകൃഷ്ണനൊരു മിത്താണ്. എന്താണ് മിത്ത്? മിത്തിനുത്ഭവ ശൃംഗം മനസ്സ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് മിത്ത് എന്ന് പറയുന്ന വലിയ പർവ്വത ശിഖരം. അത് വേറെ എങ്ങനെ ഉണ്ടാകുന്നതല്ല. മിത്തിനുത്ഭവ ശൃംഗം മനസ്സ് എന്ന രക്തസത്യം സ്ഫുരിപ്പിച്ച നാസ്തികം. മൃത്യുവിന്റെ അജ്ഞാത പ്രദേശത്ത് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു? അവിടെ അന്ധകാരം മാത്രമേ ഉള്ളൂവെങ്കിൽ നാസ്തികത അവിടെ വെളിച്ചമായിരുന്നു. ബാഹ്യത്തിൽ പോക്ക് പോലെ നമ്മൾ ഇല്ലാതായി പോകുന്നു എന്ന് നാസ്തികത നമ്മോട് പറയുന്നു. മരണത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ശരീരം കൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളെക്കാത്ത് ഒരു ഹൂറിയും എങ്ങും ഇരിപ്പില്ല. നിങ്ങളെക്കാത്ത് ഒരു ബാറച്ചാച്ചനും ഹോട്ടലും ആകാശത്തെങ്ങും ഇരിക്കുന്നില്ല എന്ന് നമ്മളോട് ഇത് പറയുന്നു. മൃത്യുവിന്റെ അജ്ഞാത പ്രദേശത്ത് വ്യക്തമായി വന്ന ശാസ്ത്രാബോധനം. അർബുദാശങ്കയാൽ എന്റെ തൊണ്ടയിൽ കൽക്കരി തീ ചുവന്നു കനക്കവേ നിർഭയം വന്നു ശസ്ത്രക്രിയ മുറിക്കപ്പുറത്ത് കടത്തിയ നാസ്തികം. വളരെ കാലമായി എന്റെ തൊണ്ടയിലുണ്ടായിരുന്ന ഒരു ചെറിയ കുരുപ്പ് ദീർഘകാലം നിന്നതാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ അതിൽ നീല നിറമായിരിക്കുന്നു. ആ നീല നിറത്തിന്റെ കൂടി പിന്നീട് നോക്കിയപ്പോൾ ഒരു വെള്ള കവർ ഉണ്ടായിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് അത്യാവശ്യം RCC പോയി നോക്കണം എന്ന് പറയുന്നു. RCC പോകുന്നു. ഡോക്ടറെ ഒരു സംശയം, എന്റെ വായന അനുസരിച്ചും ഇത് ക്യാൻസർ തന്നെയാണ്. ഞാൻ അങ്ങനെ ഡോക്ടറെ പോയി കാണുന്നു. അന്ന് ഞാൻ മരണത്തിന് തയ്യാറെടുക്കുന്നു. ചങ്ങമ്പുഴ മരിച്ചുപോയി, ഇടപ്പള്ളി രാഘവപിള്ള മരിച്ചുപോയി, വൈദ്യപ്പള്ളി മരിച്ചുപോയി, എനിക്ക് ഇഷ്ടപ്പെട്ടവരെല്ലാവരും മരിച്ചുപോയിരിക്കുന്നു. പിന്നെ അച്ഛൻ മരിച്ചുപോയി, അമ്മമാരും മരിച്ചുപോയി. പിന്നെ എനിക്ക് മരിച്ചാൽ എന്താണ് എന്ന് ഞാൻ ആലോചിക്കുന്നു. ഞാൻ ലൈബ്രറി പുസ്തകം എല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ അത്യാവശ്യം കടം വാങ്ങിച്ചുള്ള പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ, മീനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ മീനൊക്കെ കഴിക്കുന്നു. അത്യാവശ്യം സ്മാളൊക്കെ കഴിക്കുന്നു. എല്ലാവരും കൂട്ടുകാരെല്ലാം സന്തോഷത്തിന് സ്മാളൊക്കെ കഴിക്കുന്നു. മരിക്കാൻ പോയില്ലേ അതുകൊണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോ ഡോക്ടർമാര് എന്നെ RCCക്ക് അവിടെ ശസ്ത്രക്രിയ മുറിയിൽ കയറ്റി പരിശോധിച്ച് എന്റെ തൊണ്ടയിൽ നീക്കം ചെയ്ത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ഇല്ല. ഡോക്ടർ എന്നോട് ചോദിച്ചു പ്രാർത്ഥിച്ചായിരുന്നോ? ഞാൻ പറയും പ്രാർത്ഥിച്ചില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ല. പക്ഷെ എന്റെ വീട്ടുകാരോട് ചോദിച്ചു, അല്ല ഇദ്ദേഹം പ്രാർത്ഥിക്കില്ല, നിങ്ങളാരെങ്കിലും പ്രാർത്ഥിച്ചായിരുന്നു? അവർ പറഞ്ഞു ഞങ്ങൾ ആരും പ്രാർത്ഥിക്കാറില്ല. കൂട്ടുകാരോട് ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അത് എന്റെ കൂട്ടുകാർ 2-3 പേര് അടുത്തേക്കുണ്ട്. അവരോട് ഞങ്ങളാരും പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് രക്ഷയായിട്ടുണ്ടായിരുന്നത് ഈ നാസ്തിക ബോധമാണ്. സയൻസ് എന്നെ രക്ഷിക്കും എന്ന ബോധമായിരുന്നു. അർബുദാശങ്കയാൽ എന്റെ തൊണ്ടയിൽ കൽക്കരി ചുവന്നു കനക്കവേ നിർഭയം വന്നു ശസ്ത്രക്രിയ മുറിക്കപ്പുറത്തു കടത്തിയ നാസ്തികം.
സ്നേഹപൂർണം സുധീരം സുനാസ്തികം നിസ്തുലം, തുല്യതയില്ലാത്തതാണ്, നിത്യകാമിതം, എപ്പോഴും നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്, നിസ്സീമ, അതിർത്തികളില്ലാത്ത, സ്വപ്നമേഖല ചൂടും വ്രതോത്സവം, വ്രതം സത്യം, സത്യത്തിന്റെ ഉത്സവമാണ്, ഫെസ്റ്റിവൽ ഓഫ് ട്രൂത്ത്, അതാണ് നാസ്തികത. നിസ്തുലം നിത്യകാമിതം നിസ്സീമ സ്വപ്നമേഖല ചൂടും വ്രതോത്സവം, അക്ഷരം, നാശമില്ലാത്തത്, നാസ്തികതയ്ക്ക് മാത്രമാണ് നാശമില്ലാത്തത്, അക്ഷരം അശ്രുബിന്ദുവിനർത്ഥമായി സ്വസ്ഥജീവിതം ചൂണ്ടുന്ന നാസ്തികം, സ്നേഹപൂർണം സുധീരം സുനാസ്തികം, ഉൾപ്പൊരുൾ തേടി ഓരോ ചതുപ്പിലും അഗ്നി ബാധിച്ചു ഞാൻ അലഞ്ഞിടവേ, ദുഃഖഹേതുക്കൾ ചൊല്ലി അസാധ്യമാം മുക്തി തന്ന ബോധിത്തണൽ നാസ്തികം, സ്നേഹപൂർണം സുധീരം സുനാസ്തികം. സാധാരണമായ ഈ ചടങ്ങിനെ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ, ആദരണീയനായ സുഹൃസാറിന് മുന്നിൽ ഞാൻ എന്റെ എളിയ കവിത സമർപ്പിച്ചുകൊണ്ട്